സസ്പെൻഷന് കാരണമായി ഡിജിറ്റൽ തെളിവുകൾ ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പുതിയ കത്തുമായി പ്രശാന്ത് IAS. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാമെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ഉണ്ടായിട്ടും തെളിവുകൾ കൈമാറാത്തത് ചട്ടലംഘനമെന്ന് പ്രശാന്ത് കത്തിൽ പറയുന്നു. ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പായിരുന്നു തെളിവുകളായി വെച്ചത്. ഇതിന്റെ ഒറിജിനലാണ് പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടി വി പ്രസാദ് ചേരുന്നു. ടി വി പ്രസാദ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും പ്രശാന്ത് വിടാൻ ഒരുക്കമല്ല, രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? ഉറപ്പായും വരുൺ, അത് തന്നെയാണ്. പ്രശാന്ത് വിടാൻ ഒരുക്കമല്ല എന്നത് തന്നെയാണ്. അസാധാരണമായ നിയമ പോരാട്ടത്തിലേക്കാണ് ഈ IASന്റെ ഭാഗമായുള്ള തർക്കം നീങ്ങുന്നത് എന്നുള്ളതാണ് അരുൺ. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക്, ഇവർക്കെതിരെയായിരുന്നു ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയിരുന്നത്. അതിൻ്റെ പേരിലാണ് പ്രശാന്തിൻ്റെ വിശദീകരണം പോലും കേൾക്കാതെ ചീഫ് സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും നടപടിയെടുക്കുകയും, അതായത് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ആ സമയത്ത് പ്രശാന്തിന് കൊടുത്ത ചാർജ് മെമ്മോയിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തുന്ന സമയത്ത് അത് ആരെടുത്ത സ്ക്രീൻഷോട്ടാണ് എന്നതടക്കമുള്ള 7 ചോദ്യങ്ങളായിരുന്നു നേരത്തെ ചാർജ് മെമ്മോയുടെ പ്രാഥമിക മറുപടിയായി എൻ പ്രശാന്ത് IAS കൊടുത്തത്. ഇതിൽ കൃത്യമായ മറുപടി വേണമെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് കിട്ടണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ചാർജ് മെമ്മോയിലും പറഞ്ഞിരുന്നു അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാനുള്ള അനുമതി ഉണ്ടാകുമെന്ന്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അനുമതി ഇല്ല. പക്ഷെ പരിശോധിക്കാനുള്ള അനുമതി വേണം എന്ന് പറഞ്ഞ് വീണ്ടും കത്തുകൊടുത്തിരിക്കുകയാണ്. നിലവിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യമാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് സർവീസിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു നിയമ നടപടിയുമായി നീങ്ങുന്നത്. സുപ്രീം കോടതി വിധികളും ചട്ടങ്ങളും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഒരു വിശദമായ കത്ത് തന്നെയാണ് ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അരുൺ, താങ്ക് യു. ഇപ്പോൾ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.